അസ്സലാമലൈക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചായിരുന്നു. കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് HTML പേജിന് ഇൻസൈഡിലായിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യുന്നത് നെയിമാണ്. നെയിം ഓഫ് ദി ജാവാസ്ക്രിപ്റ്റ്. ദെൻ അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ചെയ്തിരുന്നു. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ചെയ്തിരുന്നു അല്ലേ. സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് എഴുതിയത് സ്മോൾ ലെറ്ററിലാണ്, അല്ലെങ്കിൽ ലോവർ കേസിലായിരുന്നു. അതിനുള്ള കാരണം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അപ്പർ കേസിനും ലോവർ കേസിനും വേറെ മീനിങ് ആയിരിക്കും. അപ്പം നമ്മൾ മസ്റ്റായിട്ടും ലോവർ കേസിൽ തന്നെ റൈറ്റ് ചെയ്യണം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ റൈറ്റ് ചെയ്തു. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗിന് ഇൻസൈഡിലായിട്ട് നമ്മൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ശ്രദ്ധിക്കുക, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഈ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മൾ കണ്ടു. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ പോലെയല്ലേ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഇതിന് ഇൻസൈഡിലായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡബിൾ കോട്ട്സിൽ നമുക്ക് റൈറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ആ പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിന് ഇൻസൈഡിൽ നമ്മൾ ഡബിൾ കോട്ട്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് നമ്മൾ റൈറ്റ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഇത് ഈ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് കമാൻഡാണ്. ജാവാസ്ക്രിപ്റ്റ് കമാൻഡാണ്. ഈ ജാവാസ്ക്രിപ്റ്റ് കമാൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ടെക്സ്റ്റാണ്. ജാവാസ്ക്രിപ്റ്റ് കമാൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് കമാൻഡാണ്. ഈ ജാവാസ്ക്രിപ്റ്റ് കമാൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ടെക്സ്റ്റാണ് ഇൻ ദി ബോഡി സെക്ഷൻ. ബോഡി സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റാണ് ഏത്, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമാൻഡ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്നറിയണം. ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്തിനെയാണ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്നത്? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്നത് വെർച്വൽ മെഷീനാണ്. ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്നത് വെർച്വൽ മെഷീനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന പേരാണ് എന്ത്, ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. മനസ്സിലായോ? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്നത് ഇസ് എ വെർച്വൽ മെഷീൻ ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന പേരാണ് എന്ത്, വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇമാജിനറി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് ഏത്, ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. ഇനി ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ആരാണ്? ജാവാസ്ക്രിപ്റ്റ് എൻജിനാണ്.
ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ടൈമിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ആരാണ്? ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനാണ്. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വെർച്വൽ മെഷീൻ ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് നമ്മൾ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഫങ്ഷൻ. ആ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ജാവാസ്ക്രിപ്റ്റിലും ഫങ്ഷൻ്റേത്. ഡെഫിനിഷനൊന്നും മാറ്റില്ല. ഒരു നെയിം കൊടുത്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ്. നമുക്കറിയാം മോസ്റ്റ് എസെൻഷ്യൽ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് C++ൽ നമ്മളൊരു ഫങ്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? അതേതായിരുന്നു? മെയിൻ ഫങ്ഷൻ ആയിരുന്നു. മോസ്റ്റ് എസെൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? മെയിൻ ഫങ്ഷനാണ്. അതൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ആ ഫങ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഫങ്ഷൻസും നമ്മൾ പറഞ്ഞു നമ്മൾ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ കോൾ ചെയ്യുന്നില്ല എങ്കിൽ ആ ഫങ്ഷൻ എന്ത് ചെയ്യില്ല? എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഫങ്ഷനെ ക്രിയേറ്റ് ചെയ്യണം. ഏതിൽ? ജാവാസ്ക്രിപ്റ്റിൽ. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിത്ത് എ നെയിം. ഒരു പേര് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ജാവാസ്ക്രിപ്റ്റിൽ എ ലോട്ട് ഓഫ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റിലും എ ലോട്ട് ഓഫ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ശ്രദ്ധിക്കാം. ഇവിടെ ഫങ്ഷൻ കൊടുക്കുകയാണ്. ഫങ്ഷൻ്റെ നെയിമാണ് ഏത്? പ്രിൻ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ നെയിം കൊടുത്ത് ദെൻ ഫങ്ഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ചെയ്യുകയാണ്. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഞാൻ കൊടുക്കുകയാണ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. Every statement end with a semicolon. ഇത് ഒരു ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്, ഫങ്ഷന് വേണ്ടിയിട്ടുള്ള കോഡ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എന്താ എഴുതിയത്? ഫങ്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് കീവേഡാണ്. ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കീവേഡാണ്. ഫങ്ഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഏത്? ഫങ്ഷൻ. ദെൻ അതിൻ്റെ തൊട്ടടുത്ത് നമ്മളിവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ അല്ലേ? എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഏത്? ഫങ്ഷൻ. ഫങ്ഷൻ റിട്ടേൺ എ വാല്യൂ. നമ്മൾ പറയാറുണ്ട് ഫങ്ഷൻ റിട്ടേൺസ് എ വാല്യൂ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഫങ്ഷൻ്റെ നെയിമാണ് ഏത്? ഫങ്ഷൻ നെയിമാണ് എന്ത്? പ്രിൻ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ നെയിമാണ്. മനസ്സിലായോ? ദെൻ ആ ഫങ്ഷൻ ഓപ്പൺ ചെയ്തു. അതിന് ഇൻസൈഡിലായിട്ട് ഞാനിവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്താണ്? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ എന്ത് ചെയ്തു? എവരി സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് വിത്ത് എ സെമികോളൻ, ദെൻ ബ്രേസ് ക്ലോസ് ചെയ്തു. ഇനി ഈ ഫങ്ഷൻ്റെ പ്രത്യേകത, ഫങ്ഷൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യില്ല.
ഒരു ഫങ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നില്ല, കോൾ ചെയ്യുന്നില്ല. എപ്പോഴാണോ നമ്മൾ പ്രോഗ്രാമിൽ ഫങ്ഷനെ കോൾ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. എന്താ പറഞ്ഞത്? ഫങ്ഷനെ എപ്പോഴാണോ നമ്മൾ കോൾ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ഫങ്ഷൻ വെച്ചിട്ട് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാം. ഞാനിവിടെ എഴുതുകയാണ്. നമ്മളിവിടെ ഒരു പ്രോഗ്രാം കോഡ് റൈറ്റ് ചെയ്യുകയാണ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ. നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫങ്ഷനെ ഇവിടെ ഡിഫൈൻ ചെയ്തു. ആ ഫങ്ഷൻ്റെ പേരാണ് ഏത്? പ്രിൻറ്റ് ഫങ്ഷൻ. പ്രിൻറ്റ് ഫങ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? സ്ക്രിപ്റ്റ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ക്ലോസ് ചെയ്തു? ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ അതിന് ശേഷം ഞാനിവിടെ ബോഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ? ബോഡി ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ബോഡി എന്ത് ചെയ്തു? ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബോഡിക്ക് ഇൻസൈഡിലായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ബോഡി ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? HTML ക്ലോസ് ചെയ്തു. ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൾ ചെയ്യാതെ നമ്മളിവിടെ ഫങ്ഷനെ കോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുമോ? ഇല്ല. ഒരു ഫങ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല. എപ്പോഴാണോ അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടില്ല. പകരം എപ്പോഴാണോ അത് കോൾ ചെയ്യുന്നത് ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം നമ്മളിവിടെ ബോഡി സെക്ഷനിൽ നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫങ്ഷൻ ഡെഫിനിഷൻ മാത്രമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഫങ്ഷനെ കോൾ ചെയ്യണം കേട്ടോ. ഈ ഫങ്ഷനെ എന്ത് ചെയ്യാണ്? കോൾ ചെയ്യണം. അപ്പോൾ എവിടെയാണ് ഞാൻ കോൾ ചെയ്യേണ്ടത്? ഞാനിവിടെ വെച്ചിട്ട് ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തിട്ട് ഞാനിവിടെ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ കോൾ ചെയ്യണം കേട്ടോ. ബോഡി ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ കോൾ ചെയ്യാൻ പോവുകയാണ്. എന്ത് കൊടുത്തിട്ടാണ് കോൾ ചെയ്യണത്? സ്ക്രിപ്റ്റ് language equal to
ജാവാസ്ക്രിപ്റ്റ്. എന്നിട്ട് ഞാനിവിടെ പ്രിൻ്റ് ഫങ്ഷനെ എന്ത് ചെയ്യാണ്, കോൾ ചെയ്യാണ്. കണ്ടോ കോൾ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, സ്ക്രിപ്റ്റ് ബോഡി സെക്ഷനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് ഫങ്ഷനെ കോൾ ചെയ്തില്ലേ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നത്, തന്നെ HTML ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു, പ്രിൻ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ബോഡി സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫങ്ഷനെ കോൾ ചെയ്തു. കണ്ടോ എന്താണ് കോൾ ചെയ്തത്, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഫങ്ഷൻ കോൾ ചെയ്തില്ലേ. ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളൊരു ഫങ്ഷൻ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചു കഴിഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അസ്സലാമു അലൈക്കും.